ശ്രീയമ്മൻ കാരശ്ശേരി, നമ്മൾ പൊതുസംവാദങ്ങളിൽ കാലുഷ്യങ്ങളാണ് അധികവും കാണുന്നത്, കഠോരമായ വാക്കുകളാണ് അധികവും കേൾക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആസിഫ് അലി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം ഏറ്റ അപമാനത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തതും ഇതുപോലെയാണ്. അപ്പുറത്തുള്ള മനുഷ്യനെ അറിഞ്ഞാൽ, അതൊരു സിനിമയിലെ ഡയലോഗാണ്, അപ്പുറത്തുള്ള ആളുടെ ഉള്ളം അറിഞ്ഞാൽ ഒരു പ്രശ്നവും ആരും തമ്മിൽ ഉണ്ടാകില്ല എന്ന് ചലച്ചിത്ര താരമായ ആസിഫ് അലി കേരളത്തോട് പറയുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഒരുപാടില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ നിർഭാഗ്യകരമായ സംഭവം അപ്പോഴത്തെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം രമേശ് നാരായണൻ അങ്ങനെ പെരുമാറിയത്. അത് തീർച്ചയായിട്ടും അനുചിതമാണ്. ആ സന്ദർഭത്തിൽ തന്നെ വളരെ പാകതയോടുകൂടി വിവേകത്തോടു കൂടിയാണ് ആസിഫ് അലി പ്രതികരിച്ചത്. അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഒരു ചെറു ചിരിയിൽ അത് ഒതുക്കി. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതൊരു ചർച്ച വന്നപ്പോൾ തൻ്റെ തെറ്റ് തിരിച്ചറിയുകയും കുറ്റം ഏൽക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് രമേശ് നാരായണൻ. അതിനപ്പുറത്ത് എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് തെറ്റുപറ്റി, അത് നമ്മൾ മാത്രമല്ല പറയുന്നത്, അദ്ദേഹവും പറയുന്നു. പിന്നെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതും കഴിഞ്ഞിട്ട് പിന്നെ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ഇത് ഒരു നിമിത്തമാക്കിയിട്ട് പല തരത്തിലുള്ള വെറുപ്പിൻ്റെ സിദ്ധാന്തങ്ങൾ വരികയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭം ഉപയോഗിച്ച്, ഇപ്പോൾ അവർ രണ്ടുപേരും ഒരേ രംഗത്തുള്ള ആളുകളാണ്. ആസിഫ് അലി നടനാണ്, രമേശ് നാരായണൻ സംഗീത സംവിധായകനാണ്. തീർച്ചയായിട്ടും പരസ്പരം സഹകരിക്കേണ്ടവരും പരസ്പരം ബഹുമാനിക്കുന്നവരും ആയ ആളുകളാണ്. അപ്പോൾ തൽക്കാലം തൻ്റെ പേര് വിളിച്ചില്ല, അത് കഴിഞ്ഞു. പിന്നെ പേര് വിളിച്ചപ്പോൾ തെറ്റി വിളിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലാണ് ശ്രീ രമേശ് നാരായണൻ ഉള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ നവമാധ്യമങ്ങൾക്ക് ഒരു അവസരം കിട്ടി എന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. വലിയ കഷ്ടമാണത്. എന്താ കാരണം വെച്ചാൽ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നം ആർക്കാണ്? കണ്ട നമ്മക്കാണ്. അപ്പോൾ ആസിഫ് അലി പിന്നെ പത്രക്കാരോട് പറയുമ്പോൾ അതിനെപ്പറ്റി തനിക്ക് അദ്ദേഹത്തോട് യാതൊരു കയ്പുമില്ല. ഈ തരത്തിലുള്ള കയ്പിൻ്റെ ചർച്ചകൾ നടത്തുന്നത്, വെറുപ്പിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ പറയേണ്ട വാക്കുകളാണ് ആസിഫ് അലി പറയുന്നത്. അത് നമുക്കൊക്കെ പാഠമാണ്. അത് പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഉടനെ അതിനകത്ത് ജാതിയും മതവും പറയുക. എന്തൊരു നിലവാരമാണ് നമ്മുടെ മലയാളികൾക്ക്, എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനകത്ത് പാർട്ടി പറയുക, അതിനകത്ത് പ്രാദേശികത പറയുക, അതിനകത്ത് ക്ലിക്ക് പറയുക, ഒക്കെ ഇതൊക്കെ ആളുകൾ തമ്മിൽ അവർ തമ്മിലല്ല അകലാര് തമ്മിലാണ്? ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വന്ന് ഇവർക്ക് വേണ്ടി എന്ന മട്ടിൽ അംഗം വെട്ടുന്ന ആളുകളാണ്. അവരെന്തിൻ്റെ അംഗമാണ് വെട്ടുന്നത്? കലയുടെ അംഗമല്ല, സംസ്കാരത്തിൻ്റെ അംഗമല്ല. അവർ ജാതി വികാരത്തിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും ഒക്കെ അംഗമാണ് വെട്ടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ അന്തരീക്ഷം ചീത്തയാക്കും. അതിൽ നിന്ന് പിന്തിരിയണം എന്ന് ആസിഫ് അലി പറഞ്ഞു. അതിനു മുമ്പ് തന്നെ രമേശ് നാരായണൻ മാതൃകാപരമായ രീതിയിൽ കുറ്റം ഏറ്റു മാപ്പ് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള എത്ര പേര് അവനവന് ഒറ്റ തെറ്റ് ഏൽക്കും എന്ന് ആലോചിക്കുക. അവരെത്ര പേരാണ് ഞാനതിൽ ഖേദിക്കുന്നു, ഞാനതിൽ വ്യസനിക്കുന്നു, ഞാനതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാറില്ല. അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും അവരുപയോഗിച്ച കെട്ട വാക്കുകളുടെ പേരിൽ ഇന്നും ആക്ഷേപിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരൊരിക്കലും അത് തിരിച്ചറിയുകയോ പിൻവലിക്കുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങേയറ്റം പറയുന്ന എന്താണ്? രാഷ്ട്രീയ രംഗത്ത് ജാഗ്രത കുറവുണ്ടായിന്ന, തെറ്റുപറ്റാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ മനുഷ്യന് തെറ്റുപറ്റുമ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം എന്താണ്? ആ തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തെ പഴയ മാതിരി തന്നെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാന്നുള്ള. അതുകൊണ്ട് ഇനി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് രമേശ് നാരായണനോ ആസിഫ് അലിക്കോ മലയാളത്തിൻ്റെ സംസ്കാരത്തിനോ ചേർന്നതല്ല. അത് ചില ആളുകളുടെ മാനസികമായ വൈകൃതങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരാൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമല്ല എന്ന് പറയുന്ന എന്ത് അവയവമാണ്, എന്ത് യന്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്? അത് പറഞ്ഞാണല്ലോ ഇപ്പോൾ തർക്കം. അത് അയാൾക്ക് മാപ്പ് പറയാൻ പാടില്ല എന്നൊരാളോട് പറയാൻ പാടുണ്ടോ? മാപ്പ് പറയുന്ന ആത്മാർത്ഥമല്ല എന്ന് ഏത് കോടതിയാണ് വിധിക്കുക? അങ്ങനെ സംഗതി ഇല്ലല്ലോ. നമുക്ക് ഒരാളുടെ വാക്കാണ്, എല്ലാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്, ഇതും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്. രമേശ് നാരായണൻ്റെ അനുചിതമായ പെരുമാറ്റത്തെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ വിമർശിച്ചവർ അദ്ദേഹം ഉചിതമായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അത് അംഗീകരിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കണം. അതല്ലാത്തതൊക്കെ തീർച്ചയായിട്ടും
വളരെ കഷ്ടമാണ്. മനുഷ്യന്റെ സമയവും അധ്വാനവും മനസ്സും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് എന്നാണ് അഭിലാഷ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വ്യക്തമാണ്.